ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? സാധാരണയായിട്ട് നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ സ്ഥിതിക്ക് പെരുന്നാൾ വ്ളോഗായിട്ടാണ് വരുന്നത്. നമുക്ക് പെരുന്നാൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അധികം വീഡിയോസ് ഇപ്പോൾ ഇടാറില്ലല്ലോ, അതുകൊണ്ടാണ് ഇല്ലാത്തത്. എല്ലാവർക്കും ഈദ് മുബാറക്. ഒരു ഫോട്ടോ കൊണ്ട് പോലും ഞാൻ നിങ്ങളെ ആരെയും വിഷ് ചെയ്തില്ല. സങ്കടമുണ്ട്, പക്ഷെ വേറെ വഴിയില്ല, ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് കുറച്ച് യുദ്ധമൊക്കെ അല്ലേ, ഇനി എപ്പോഴാണ് പട്ടിണി കിടക്കാതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ചപ്പ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് കുറച്ച് വിത്തുകൾ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെച്ചും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയെന്നുള്ളൂ. പിന്നെന്താണ്, പിന്നില്ലേ ഞാൻ ലാസ്റ്റ് നമ്മൾ വീഡിയോ ഇട്ടത് നമ്മുടെ പഴയ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു, നമ്മുടെ വീട് വിൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് നമുക്ക് എൻ്റെ മേലുള്ള ഇഷ്ടം അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരെങ്കിലും എൻ്റെ അഹങ്കാരം കൊണ്ട് എനിക്ക് വന്നൊരവസ്ഥയാണ് നീ അനുഭവിക്കണം എന്ന രീതിയിൽ കുറച്ച് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ കേട്ടോളൂ. നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് എൻ്റെ അഹങ്കാരം കാരണം എന്നെ ആരൊക്കെ ഉപേക്ഷിച്ച് പോയി, ഞാനിപ്പോൾ പരഗതിയില്ലാതെ നിൽക്കുകയാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ എന്തിനേക്കാളും കൂടുതൽ മനസ്സമാധാനത്തിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഇറക്കിയിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് എന്തിനെങ്കിലും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വേണ്ടാന്ന് വെച്ചതാണ് കേട്ടോ. എൻ്റെ മക്കൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു ടോക്സിസിറ്റി ഇല്ലാതെ അവർ വളരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഞാൻ എൻ്റെ ഫാമിലി എല്ലാവരും കൂടി ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ നിങ്ങൾ അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ. ഓക്കെ, പിന്നെ ഞാൻ നന്നാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് പേരെങ്കിലും. ഞാൻ നന്നായിട്ടാണോ ഇരിക്കുന്നത് അല്ല ചീത്തയായിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരിക്കലും അറിയില്ല. പിന്നെ ഒന്നാമത്തത്, ഒന്നുമില്ലെങ്കിലും എൻ്റെ കൂടെ എൻ്റെ മക്കളുണ്ട്. അപ്പോൾ ഞാൻ നാശമായി കഴിഞ്ഞാൽ നിങ്ങളതാണോ ആഗ്രഹിക്കുന്നത്? ആ മക്കളും കൂടെ അതിൻ്റെ കൂടെ അനുഭവിക്കണം എന്നാണോ? ഇപ്പോൾ അവർക്കൊരു കുഴപ്പമില്ലാതെ അൽഹംദുലില്ലാ നല്ല ഹെൽത്തി ആയിട്ടുള്ള മക്കളായിട്ട് അവർ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തികച്ചും ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു ഡിസിഷനാണ്. അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. ഒരുപാട് പേര് സ്നേഹത്തോടെ ആണെങ്കിലും ഒന്നും കൂടെ നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ, തിരിച്ചു പോയിക്കൂടെ, ജീവിച്ചുകൂടെ അവരെ കൂടെ എന്നൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് തീർത്തും അതെനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളാണ് നിങ്ങളീ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു തീരുമാനം എടുത്തിരിക്കുമ്പോൾ ഒരു കമൻറ്റ് ആരെങ്കിലും ഇട്ടതുകൊണ്ട് ഞാൻ ആ തീരുമാനം മാറ്റി ചിന്തിക്കുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പോൾ ജസ്റ്റ് വേറൊരാളുടെ ലൈഫിൽ അവരെന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഒന്നും തന്നെ അറിയാതെ, എന്താണെന്ന് പോലും അറിയാതെ ഒരു കമൻ്റ് ഇട്ട് അവരെ തളർത്തുന്നതിനേക്കാളും നല്ലത് സൈലൻ്റായിരിക്കുന്നതല്ലേ. ഇതെൻ്റെ കാര്യത്തിൽ എന്ന് മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അവരൊരു ലൈഫ് അവർക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങാൻ പോലും പലർക്കും പേടി. നിങ്ങളെപ്പോലെയുള്ള കുറേ ആൾക്കാരുടെ ചോദ്യങ്ങളും മറ്റതും മറിച്ചതും ഒക്കെ കൊണ്ടാണ്. അതുകൊണ്ട് ഒരുപാട് പേര് ജീവൻ വരെ പൊലിഞ്ഞു പോകുന്നുണ്ട്. സോ ജസ്റ്റ് റെസ്പെക്റ്റ് മറ്റുള്ളവരുടെ ഡിസിഷൻസ് എന്ന് എനിക്കിപ്പോൾ പറയാനുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട്. ചില സമയങ്ങളിൽ കുറച്ച് നേരം തുറന്നു വിട്ടിട്ട് അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ പോയിരിക്കും. അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടൊക്കെ. പിന്നെ അതേ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് കുറേ ചെടികൾ കാര്യങ്ങളൊക്കെ അന്യാധീനപ്പെട്ടു പോരുതല്ലോ. അപ്പോൾ അവയൊക്കെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എനിക്കിവിടെ എല്ലാം ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കണം എന്നൊക്കെ ഒരു ഇതുണ്ട്. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഈ വീട് വിൽക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വീട് വിൽക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതാണോ നമുക്ക് ഫാസ്റ്റായിട്ട് നടക്കുന്നത് നല്ലൊരു രീതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് സിലു എല്ലാറ്റിലും കഴിവുണ്ട്, പക്ഷേ സിലു ചെയ്ത ഏറ്റവും വലിയൊരു പൊട്ടത്തരാണ് ഈ വീട് പണിയെടുത്തത് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ അവിടെ മറന്നു പോകുന്നൊരു സംഭവമുണ്ട്. വീട് പണിയെടുത്തത് ഒരിക്കലും നമുക്കൊരു നഷ്ടം വരുന്നില്ല. ഇതിപ്പോൾ ഞാൻ പകുതി പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിനി വേറൊരാൾക്ക് സെയിൽ ചെയ്യാം. എന്തായാലും നമുക്കതിൽ നിന്ന് ലാഭമേ കിട്ടുള്ളൂ അല്ലേ.
അപ്പോൾ അത് ആ ഒരു വഴിക്ക് ചിന്തിച്ചാൽ മതി. എനിക്ക് നഷ്ടം വരും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഞാൻ മാക്സിമം പലിശയിലോ മറ്റ് ഇതിലൊന്നും പെടാതെ ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടാണ് എൻ്റെ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ഒരു സ്നേഹവും നമുക്ക് ഉണ്ടായാൽ മതി. പിന്നെ അതേ മക്കളുടെ സ്കൂളിലേക്ക് പാരൻസ് മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് എടുത്തു പറയണമെന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും നേടി എന്നെനിക്ക് തോന്നിയൊരു നിമിഷമായിരുന്നു. മിസ് എൻ്റെ മക്കളെ പറ്റിയിട്ട് പുകഴ്ത്തി പറയുന്ന സമയത്ത്, പുകഴ്ത്തിയല്ല അവർ പറയുന്നത്, ഈ മക്കളെ ഞങ്ങളുടെ സ്കൂളിലേക്ക് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്, അത്രയ്ക്കും നല്ല രീതിയിൽ നിങ്ങളവരെ വളർത്തിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ഇനിയൊരു ഉമ്മാക്ക് ഈ ഭൂമിയിൽ ഇനി എന്ത് നേടണം എന്നെനിക്ക് തോന്നിപ്പോയി. കാരണം ആ സ്കൂളിൽ എല്ലാ കുട്ടികളെയും എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് പഠിപ്പിക്കുന്ന അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ചെറിയ കുട്ടികൾ പാൻ്റ് ഇടാനൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ചുച്ചുകുട്ടിയൊക്കെ ഓടിപ്പോയിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ എന്തിനാണ് നീ ചെയ്ത് കൊടുത്ത് ചോദിക്കുമ്പോൾ അവൻ അത് സ്ട്രഗിൾ ചെയ്യുന്നത് കാണുന്നില്ലേ എന്ന് ചോദിക്കത്ര ചുച്ചു. പീച്ചു ബേബി പറയത്ര, അത് കുഞ്ഞ് ബേബി അല്ലേ, എന്തിനാ അതിനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, നമ്മൾ ഹെൽപ്പല്ലേ ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഈ മക്കൾ അവിടുന്ന് കാണിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഒരു 2 hours എൻ്റെ മിസ്സ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയായി. പിന്നെ എനിക്ക് അറിയണമായിരുന്നു എൻ്റെ മക്കളുടെ ആ ഒരു ചേഞ്ച്, ഈ ഒരു 6 months ആ ഒരു ചേഞ്ച് അവർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് അങ്ങനെ സ്കൂളിൽ പോയതായിരുന്നു കേട്ടോ. പിന്നെ പരിസരം വൃത്തിയാക്കുന്ന പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ്. മൊത്തം നമ്മുടെ ഈ പണി കഴിയാൻ വേണ്ടി ഇത്ര ദിവസം വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. പണി കഴിഞ്ഞതിൻ്റെ കുറേ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരാളെ വിളിച്ച് ഞാനും പിന്നെ ഫുള്ളായിട്ട് കൂടെ നിന്നു. നമ്മൾ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പണിയും നടക്കില്ല. അങ്ങനെ അത്യാവശ്യം പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാൻ വീട്ടിലൊരു കോഫി ഉണ്ടാക്കി കുടിച്ചു. അതാണ് നിങ്ങൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടത്. പിന്നെ ഇത് വന്നിട്ട് ഇന്നലെ ഞാൻ കുറേ ക്ലിപ്സ് ആഡ് ചെയ്തിട്ടാണ് ഒറ്റ വീഡിയോ ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം മുറ്റമെല്ലാം ഒന്ന് വൃത്തിയാക്കി മക്കൾക്ക് കളിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയതാണ് കേട്ടോ. അല്ലാതെ ഈ കമ്പിയും മറ്റ് സാധനങ്ങളും എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് എപ്പോഴാണ് ഇവർ പോയിട്ട് അതിൽ ചവിട്ടാ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ബേജാറായിരിക്കും ഓൾവേസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ ശരിയാക്കിയപ്പോൾ അതേ മക്കൾ പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സർപ്രൈസായിട്ട് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നഗറ്റ്സ് ഉണ്ടായിരുന്നു, അത് പൊരിച്ചു. പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ ഗ്യാസ് ഇല്ലല്ലോ, അറിയാലോ. ഇപ്പോൾ ഗ്യാസ് ഇല്ല കേട്ടോ. ഇൻഫ്രാറെഡ് ഇതിലാണ് ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ശരി, ഏതായാലും വെള്ളം കലക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവർക്ക് അങ്ങനെ ഒരു 3 ഗ്ലാസ് വെള്ളവും കലക്കി, അല്ല 4 ഗ്ലാസ്. റേനക്കുട്ടിക്ക് എക്സാം കാര്യമൊക്കെ ആയിട്ട് അവൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. തലേ ദിവസം ഫുള്ളായിട്ട് ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരമായിട്ട് എണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഹയാനും ബാക്കിയുള്ള 3 പേർക്കും കൂടി ഈ നമ്മൾ വെള്ളമൊക്കെ കലക്കി എല്ലാം സെറ്റാക്കി അവർക്കിങ്ങനെ സർപ്രൈസായിട്ട് കൊടുക്കണത് എനിക്കിഷ്ടമാണ്. ഇടയിൽ കൂടെ ആരോ കിച്ചണിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓടിക്കും, ആരെടുത്തും പോയി പറയണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടെ ഇരിക്കും, ഞാൻ കൊണ്ടുവരാം. ഇപ്പം തന്നെ കുടിക്കല്ലേ, ഇച്ചു വന്നാ ചിന്തല്ലേ. ഇതാ ഞാൻ ഇനിയൊരു സാധനം കൂടെ കൊണ്ടുവരാം. നീട്ട കൂടുതലാണല്ലോ. ചിന്തു കുട്ടിയുടെ ചിന്തു. ആ ശരി പോട്ടെ, സാരല്ല. എന്നാ ബാക്കി 2 പേർക്ക് ഈ പ്ലേറ്റിൽ തന്നെ വെക്കണം. ഒന്നും കൂടെ എടുത്തോ ഇച്ചു ബേബിക്ക്. ഹാപ്പി അവിടെ വെച്ചോ. അമ്മി പ്ലേറ്റ് അവിടെ വെച്ച് തരാം. ഇരിക്കി. അപ്പൊ ചിന്തു എല്ലാരും കൂടി പ്ലേറ്റ് കൊണ്ടുവരാ. ഹാപ്പി സേ അൽഹംദുലില്ലാ. കിട്ടിയതിന് അൽഹംദുലില്ലാ പറയണ്ടേ, അതാ പറഞ്ഞത്. അനി ബിസ്മില്ലാ ചൊല്ലിയിട്ട് കഴിക്കാൻ തുടങ്ങിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പൊ കൊണ്ടുവരടാ. ആ പ്ലേറ്റിൽ സൈഡിൽ വെച്ചാൽ അടി കൂടുവോ? എങ്ങനെയുണ്ട്? ഞാൻ ഈ സൈഡിൽ വെക്കി, അയച്ച ഇവിടെ വെക്കട്ടെ. ഇത് ഇപ്പുറത്തെ ഇച്ചു ബേബീൻ്റെ ഇപ്പുറത്ത് അയച്ചുണ്ട്. ഓക്കെ, അടി കൂടരുത് കേട്ടാ. എടാ അയച്ച അവളുടെ അടിച്ചു മാറ്റുമോ? പറ്റിക്കരുത് കേട്ടാ. ഇച്ചു അത് ചിന്തും. ഓ ശരി, കഴിച്ചു മക്കൾ കഴിച്ചു. അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പുതിയ ലഞ്ച് ബോക്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ കുറേ മുമ്പേ ഓർഡർ ചെയ്യണമായിരുന്നു.
കുറച്ച് സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ഞാൻ പിന്നെ വൈകിപ്പിച്ചതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ പൂട്ടുമല്ലേ, അപ്പോൾ അത്യാവശ്യം കുറേ എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ കണ്ണും പൂട്ടി വേറൊന്നും നോക്കിയില്ല. നേരെ കുറച്ച് ലഞ്ച് ബോക്സസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. 4 കമ്പാർട്ട്മെൻറ്റും 3 കമ്പാർട്ട്മെൻറ്റും ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ വേറെ കുറേ മോഡൽസും നമ്മൾ മുകളിലുണ്ട് കേട്ടോ. അത് നമ്മുടെ പഴയ വീഡിയോസും നമ്മുടെ ഷോർട്സും ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. ഏതെങ്കിലും മോഡൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാഫ് ഓർഡർ എടുക്കും കേട്ടോ. നമ്മുടെ മക്കൾക്ക് കൊടുത്തു വിടുന്ന സെയിം ലഞ്ച് ബോക്സസൊക്കെ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഇന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ കുട്ടീസും എല്ലാവരും കൂടിയുണ്ട്. അവർക്കും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഇവരെ ഇൻവോൾവ് ചെയ്യിക്കണം, എങ്കിലേ അവർക്കും മനസ്സിലാവുള്ളൂ ഓരോ കാര്യങ്ങളും എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത്ര ഈസി ആയിട്ട് ഈ ഭൂമിയിലൊന്നും അവൈലബിൾ അല്ല. നമ്മൾ കൂടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം ഒരു ഫാമിലിയിൽ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അവർ നല്ലൊരു ജനറേഷൻ ആയിട്ട് വളർന്നു വരാനും മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന, മറ്റുള്ളവരെ ഒരു കറവപ്പശുവിനെ പോലെ കണ്ട് അവരുടെ അധ്വാനത്തിൽ ജീവിക്കുന്ന മക്കളല്ലാതെ നല്ല മക്കളായിട്ട് നമുക്ക് സമൂഹത്തിൽ അവരെ വാർത്തെടുക്കാനും വേണ്ടിയിട്ട് പറ്റുമേ. എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയണമെന്ന് തോന്നി. പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, മക്കൾക്ക് വേണ്ടി അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നു, മക്കൾക്ക് വേണ്ടി സഹിക്കുന്നു എന്നൊക്കെ. സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഭാവി അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവ മഹിമയോടുകൂടെ വളർന്ന് നല്ലൊരു മനുഷ്യനായിട്ട് അവർ ഈ ഭൂമിയിലേക്ക് ഇറക്കി വിടണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു സാഹചര്യം വീട്ടിലുണ്ടാക്കി കൊടുക്കുക, അവർക്ക് വളരാൻ സമാധാനപൂർവ്വമായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളെന്തോ സാക്രിഫൈസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അവരെ ഒരു ടോക്സിസിറ്റിയുടെ നടുക്ക് വളർത്താതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആ ഒരു മാറ്റം ഉണ്ടല്ലോ, അത് ഹ്യൂജ് മാറ്റം തന്നെയാണ് കേട്ടോ മക്കളുടെ ക്യാരക്ടറിലും എല്ലാം ഉണ്ടാകുന്നത്. പിന്നെ ഇതെന്താ സംഭവം എന്ന് ആലോചിക്കുന്നുണ്ടാവും. ഇതും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ് കേട്ടോ. നല്ല അടിപൊളി ആംപപ്പടാണ്, അൽഫോൻസോ മാംഗോൻ്റെ. നല്ല ടേസ്റ്റാണ്. നമ്മൾ മറ്റ് സ്നാക്സൊക്കെ കൊടുക്കുന്നതിന് പകരം ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ എന്താ പറയുക പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ഒരു നാച്ചുറലായിട്ടുള്ള നമ്മുടെ മാങ്ങയിൽ നിന്ന് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചാണ്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് കൂടുതലും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരു പീസിൽ 5 സ്ലൈസ് ഉണ്ടാവും. 5 രൂപയാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത്. ഞാൻ അതിൽ ലാഭം കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോ. പിന്നെ അതേ നമ്മൾ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴേക്കും നമ്മുടെ പാക്ക് ചെയ്ത് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഇതുപോലെ എടുത്ത് വെക്കും. അപ്പോൾ DTDC ഓഫീസിൽ നിന്ന് അവർ വന്ന് സാധനം എടുക്കും കേട്ടോ. സർപ്രൈസ് ഓപ്പൺ ചെയ്, അടുത്തിരിക്കി. ഓരോന്നായിട്ട് എടുത്തുതരാം. അങ്ങനെ പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്റ്റോറി ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട്. അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ സർപ്രൈസ് ആയിട്ട് അവർക്ക് ഇങ്ങനെ കൊടുക്കും. അവരാണ് ഈ സംഭവങ്ങളൊക്കെ ടേസ്റ്റ് നോക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതേ അവർ ഓരോന്നും ടേസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. വീഡിയോസ് പ്രോപ്പറായിട്ടൊന്നും ഇടാനൊന്നും പറ്റുന്നില്ല. നോക്കാം ഇൻഷാ അല്ലാ ഇനി മുന്നോട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇമോജി ആയിട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനിയിപ്പോൾ ഞാനൊരു ബുക്ക് വായിക്കാനായിട്ട് പോവാണ്. വായിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് റിവ്യൂ പറയാം കേട്ടോ. ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കേസ് ഡയറി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സാഹിദ് പയ്യന്നൂറിൻ്റെ ബുക്കാണ് കേട്ടോ. ഇൻഷാ അല്ലാ വായിക്കണം. വായിച്ചിട്ട് എൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പലരുടെയും ജീവിതങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ഇവരുടെ അഭിപ്രായത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ നമുക്ക് പോലും അറിയാത്ത കുറേ സംഭവങ്ങൾ കുറേ കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് പോലും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതുപോലെയുള്ള ബുക്സ് കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം കേട്ടോ.